നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പരിശീലനം പൂർത്തിയാക്കിയ 141 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. CPM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മരോട്ടിച്ചാലിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. CPIM മണ്ണുത്തി ഏരിയ സമ്മേളനത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാർ പോലീസ് സേനയിൽ. കേരളത്തിലെ പോലീസ് സേന ആർജിച്ച കഴിവ് പെട്ടെന്ന് ഉണ്ടായതല്ലെന്നും ഇരുണ്ടകാല ചരിത്രമുണ്ടെന്നും പോലീസിന്റെ സേവനം ജനസൗഹൃദമാകണമെന്നും 31A ബാച്ചിലെ 141 ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് കേരള പോലീസ് അക്കാദമിയിൽ അഭിവാദ്യം സ്വീകരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിനെ ശത്രുക്കളായി കണ്ടിരുന്നു. പോലീസിനെ ഉപയോഗിച്ച രീതി കൊണ്ടാണ് ഇതുണ്ടായത്. ജനങ്ങളെ സേവിക്കുക എന്നതല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തുടർന്നുള്ള ഭരണം ഉറപ്പിക്കുന്നതിന് ജനങ്ങളെ ഒതുക്കി നിർത്തേണ്ടതായിരുന്നു. അതിനാലാണ് പോലീസിനെ ഉപയോഗിച്ച് മർദ്ദനമുറകൾ സ്വീകരിച്ചത്. സ്വാതന്ത്ര്യാനന്തരവും ഈ രീതി വിട്ടില്ല. കേരള സർക്കാർ രൂപീകൃതമായതിനു ശേഷം സമീപനത്തിൽ മാറ്റമുണ്ടായി. കൂടുതൽ ജോലി, തുച്ഛമായ ശമ്പളം, ആനുകൂല്യം ഒന്നുമില്ല എന്നതായിരുന്നു അവസ്ഥ. തൊഴിൽ രംഗത്ത് പിരിച്ചുവിടൽ ഭീഷണി. സമാധാനപരമായി പോലും സംഘടിക്കാൻ പാടില്ല. സമാധാനപരമായ ജാഥ പോലും പോലീസ് തല്ലിപ്പിരിക്കുമായിരുന്നു. അതിക്രൂരമായ മർദ്ദനങ്ങൾ സ്റ്റേഷനിലും ലോക്കപ്പിലും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേസിൽപ്പെട്ട് ജയിലിൽ കഴിഞ്ഞവരെ ജാമ്യമെന്ന വ്യാജന പുറത്തിറക്കി വകയിരുത്തിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ സമരത്തിൽ പോലീസ് ഇടപെടേണ്ടതില്ല എന്ന തീരുമാനമാണ് വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ വലിയ വിഷമതകൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്രയിക്കാവുന്ന സേനയായി പോലീസ് മാറി. പടിപടിയായി വന്ന മാറ്റം പരിശീലനത്തിലൂടെ നേടിയെടുത്തു. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ ധാരാളം സേനയുടെ ഭാഗമാകുന്നു. പഴയതിൽ നിന്ന് വ്യത്യസ്തമായ മുഖം. സേനയിലെ എല്ലാവരും അത്തരക്കാരല്ല. സമൂഹത്തിലെ തെറ്റുകൾ സേനയിലും പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരക്കാരോട് കർശനമായ നിലപാടെടുക്കും. പിരിഞ്ഞുപോയവരും പുറത്താക്കപ്പെട്ടവരുമുണ്ട്. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന പോലീസിന്റെ ആപ്തവാക്യം ഓർമ്മിക്കണം. ജനങ്ങളാണ് യജമാനന്മാർ. ആ മനോഭാവത്തോടെ സേവിക്കണം. പെരുമാറ്റം കൊണ്ടും സ്നേഹം കൊണ്ടും മാതൃകാ പോലീസാകണം. ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുത്. വർഗീയ തീവ്രവാദ നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. വർഗീയ സംഘർഷങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കും. മതനിരപേക്ഷതയ്ക്ക് പോറലേൽക്കരുത്. ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കണം. നാടിന്റെ നന്മയെ കരുതി നടപടികൾ ഉണ്ടാകണം. വളർന്നുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പുതിയതായി സേനയിൽ ചേർന്നവർക്ക് കഴിയണം. മനുഷ്യത്വപരമായ സമീപനം പാലിക്കാൻ കഴിയട്ടെ. പരിശീലനം പൂർത്തിയാക്കിയ SI കേഡറ്റുകളെ മുഖ്യമന്ത്രി ആശംസിച്ചു. കേരള പോലീസ് അക്കാദമിയിൽ 31A ബാച്ചിൽ 141 സബ് ഇൻസ്പെക്ടർമാർ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം കൊടുത്ത് സേനാംഗങ്ങളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തും സംസാരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, IGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി A അക്ബർ എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തി. പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു പോറലും തട്ടാതിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിലും ഒരു ഘടകം പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ ക്രമസമാധാനം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ ചിലര് ബോധപൂർവം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ നേരെ ഉറച്ച നിലപാട് സംയമനത്തോടെ സ്വീകരിക്കുന്ന പോലീസിനെ കേരളത്തിന് കാണാൻ കഴിയും. ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ തരത്തിൽ
വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനിടയാക്കിയത് കരുത്തുള്ള കേരള പോലീസിന്റെ സംയമന നിലപാടായിരുന്നു. അപ്പോൾ എന്താണ് ചില ഗൂഢശക്തികൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി നാടിന്റെ നന്മയെ കരുതിയുള്ള നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങൾ വളർന്നു വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൈബർ കാര്യങ്ങളിൽ നല്ല പരിജ്ഞാനം ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മികവാർന്ന പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിങ്ങൾക്കും മാറാൻ കഴിയണം. ഒരു തരത്തിലും തെളിയിക്കാൻ കഴിയില്ല എന്ന് കുറ്റം ചെയ്തവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒട്ടേറെ കേസുകൾ തെളിയിച്ച മികവോടെയാണ് കേരള പോലീസ് നിൽക്കുന്നത്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും എമിരറ്റസ് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനം ആഘോഷിച്ചു. തൃശൂർ പൗരാവലിയും ബോർനഥാലെ സംഘാടക സമിതിയും സംയുക്തമായിട്ടാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. 95ാം ജന്മദിനം ആഘോഷിക്കുന്ന മാർ തൂങ്കുഴി പിതാവ് ആരോഗ്യ കാരണങ്ങളാൽ ചടങ്ങിലേക്ക് എത്തിയില്ല. തൃശൂരിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക വ്യവസായ രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്നു. മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി. കൽദായ് സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലിത്ത മാർ ക്ലിമ്മീസ്, MLA സനീഷ് കുമാർ ജോസഫ്, ഡെപ്യൂട്ടി മേയർ ML റോസി, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് N ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, മുൻ MLA MP വിൻസെന്റ്, ബോർനഥാലെ വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത് എന്നിവർ സംസാരിച്ചു. ജന്മദിന കേക്ക് മുറിച്ചു. ജന്മദിനം കരുണാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി 2 നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കല്ലിടൽ ചടങ്ങ് നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണത്തിലെ അഴിമതിയിലും പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ UDF BJP പ്രതിഷേധം. മെഴുകുതിരി തെളിയിച്ച് BJP പ്രതിഷേധം നടത്തിയപ്പോൾ നടുത്തളത്തിലിറങ്ങിയായിരുന്നു UDF പ്രതിഷേധം. പ്രതിഷേധക്കാരോട് സീറ്റുകളിൽ ചെന്നിരിക്കാൻ മേയർ ആവശ്യപ്പെട്ടെങ്കിലും കൌൺസിലർമാർ തയ്യാറാകാതെ ബെല്ലടിച്ച് മേയർ യോഗം പിരിച്ചുവിട്ടു. അജണ്ടകൾ വായിക്കും മുൻപേ യോഗം പിരിച്ചുവിട്ടത് UDF LDF ഒത്തുകളിയെന്ന് BJP ആരോപിച്ചു. രാത്രി കുറുവ സംഘവും പകൽ LDFന്റെ കൃഷ്ണൻകുട്ടിയും സംഘവും കേരളത്തെ കൊള്ളയടിക്കുന്നുവെന്നും അന്യായമായി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും പ്രമേയം അവതരിപ്പിക്കണമെന്നും BJP കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിന് പിറകെ കോർപ്പറേഷനിലും ചാർജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ UDF പ്രതിഷേധം അറിയിച്ചു. കരാറുകൾ വേണ്ടവിധം പരിഗണിക്കാതെ തട്ടിക്കളഞ്ഞ് സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനിടയാക്കി. ജനങ്ങളെ ദയനീയമായി ബാധിക്കും. ഇതിന്റെ മറവിൽ കൌൺസിൽ പോലും അറിയാതെ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം ചാർജ് വർദ്ധിപ്പിച്ചു. ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയെന്നും UDF ആരോപിച്ചു. വൈദ്യുതി വിഭാഗം ജോലിയിലെന്ന് വിരമിച്ച 50ഓളം ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കാനുള്ള അജണ്ട പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ എതിർത്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും മറ്റും 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി ഊഴം കാത്തു നിൽക്കുമ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ജോലി നൽകുന്നത് കൊലച്ചതിയാണെന്നും ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വൈദ്യുതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും 135 കോടിയോളം രൂപ സർക്കാർ കോർപ്പറേഷന് നൽകാനുള്ളപ്പോൾ സർക്കാർ കുടിശ്ശികയ്ക്ക് 7.5% പലിശ വാങ്ങുന്നത് കോർപ്പറേഷന്റെ റവന്യൂ റിക്കവറിക്ക് നീക്കം നടത്തുന്നതും അപലപനീയമാണ്. കോൺഗ്രസ് നടത്തിയ MG റോഡ് വികസനം LDF ഭരണസമിതി വന്നതിന് ശേഷം അട്ടിമറിച്ചുവെന്നും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണത്തിൽ മുഴുവൻ അഴിമതിയാണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വൈദ്യുതി ചാർജ് വർധനവിലും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് വിഷയത്തിലും പ്രതിരോധ വലയം തീർത്തു. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർധനവ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും വൈദ്യുതി വകുപ്പിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഭരണമുന്നണി കൌൺസിലർമാർ ഉന്നയിച്ചു.
രാജ്യത്തെ ഏറ്റവും കുറവ് വൈദ്യുതി നിരക്ക് കേരളത്തിലാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി നിരക്ക് വർധനവ് ഉണ്ടായിരുന്നുവെന്നും നിലവിൽ അത്രയ്ക്കധികം വർധനവ് ഉണ്ടായിട്ടില്ലെന്നും ലോഡ് ഷെഡിംഗും ഉണ്ടായിട്ടില്ല എന്നതും പ്രത്യേകതയാണെന്നും ഭരണപക്ഷം പറഞ്ഞു. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണം പൂർത്തിയാകും മുൻപ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണെന്നായിരുന്നു ഭരണമുന്നണി കൌൺസിലർമാരുടെ മറുപടി. PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് 4-ന് പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. PR ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജേജു സെബാസ്റ്റ്യൻ അധ്യക്ഷനാകും. ജേജു സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ റിസൻ വർഗീസ്, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, കോർഡിനേറ്റർ സന്ദീപ് സഹദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPIM മണ്ണുത്തി ഏരിയ സമ്മേളനത്തിന് സമാപനം. ശനിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറെ വെള്ളാനിക്കരയിൽ നിന്നും പ്രകടനവും ചുവപ്പുസേന മാർച്ചും ആരംഭിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് C. തോമസ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ സമ്മേളനത്തിൽ CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറിയായി MS പ്രദീപ് കുമാറിനെ തിരഞ്ഞെടുത്തു. VS സനു, PR രഞ്ജിത്ത് എന്നിവരെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു. വേദിയിലിരിക്കുന്ന നമ്മളുടെ മണ്ണുത്തി പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ കരുത്തോടുകൂടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള നേതൃനിര, മണ്ണുത്തി ഏരിയയിലെ നമ്മുടെ പാർട്ടി സമ്മേളനത്തിൻ്റെ സമാപന പൊതുയോഗത്തെ സമുജ്വലമാക്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ആമുഖമായി ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ സൗകുമാര്യം നിറഞ്ഞ മുഖമാണ് നമ്മുടെ പാർട്ടി CPIM. അതിൻ്റെ പാർട്ടി കോൺഗ്രസ് വരുന്ന ഏപ്രിൽ മാസം 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി മധുര, ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുര, അതിന് ആതിഥേയമരുളാൻ പോകുകയാണ്. അതിന് മുന്നോടിയായി CPIMന്റെ വിവിധ ഘടക സമ്മേളനങ്ങൾക്കാണ് നമ്മളുടെ ഈ കാലയളവ് സാക്ഷ്യം വഹിക്കുന്നത്. തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മണ്ണുത്തി ഏരിയ സമ്മേളനം നമ്മളുടെ ഈ പൊതുയോഗത്തോടുകൂടെ ഇന്നിവിടെ സമാപിക്കുകയാണ്. സ്വാഭാവികമായി നമ്മൾ ഒത്തുചേരുന്ന കാലയളവ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സമ്മേളനകാലം അങ്ങേയറ്റം ഉത്സവ അന്തരീക്ഷമുള്ള അതിൻ്റെ പ്രതീതിയുള്ള കാലമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് തങ്ങളുടെ ഉള്ളിലുള്ള കമ്മ്യൂണിസ്റ്റ് വിദ്വേഷം ഇടപെടാതെ പ്രസരിപ്പിക്കാൻ ഏത് ഹീനമായ മാർഗവും തിരഞ്ഞെടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ ഒത്തുചേരുന്ന കാലയളവിൽ വാർത്താമാധ്യമങ്ങളിലെ പ്രതീതി നിർമ്മാണങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. എന്തു വില കൊടുത്തും
CPIM ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പാനന്തരം ഇന്ത്യയിലും കേരളത്തിലും മലയാള മാധ്യമങ്ങൾ കെട്ടഴിച്ചു വിടുന്ന ഒരു പൊതുബോധമുണ്ട്. എന്താണ് ആ പൊതുബോധം? CPIM ഉയർത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം അകാല ജലമം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഭൂപ്രദേശങ്ങളിലും ഗ്രാമനഗരാന്തരങ്ങളിലും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യ സമുദായത്തിന്റെ അനുഭവങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തെല്ലും പ്രസക്തിയില്ല, അത് അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതീതി നിർമ്മാണം ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെടുകയാണ്. അവിടെ സ്വാഭാവികമായി നമുക്കൊരു സംശയം തോന്നാം. എവിടെവിടങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു ബഹുജന സമരശക്തിയായി മാറിയിട്ടുണ്ടോ അവിടെവിടങ്ങളിലൊക്കെ ഈ വെല്ലുവിളിയെ നമുക്ക് നേരിടേണ്ട വന്നിട്ടില്ലേ? സംശയം ഏതുമില്ല, ഉണ്ട് എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. പക്ഷേ ഇപ്പോഴത്തേതൊരു പ്രത്യേകത എന്നാൽ അതിന് ചരിത്രത്തിന്റെ ഭൂതകാലങ്ങളിൽ സമീകരണങ്ങളുണ്ടോ? അല്പ വർഷങ്ങൾക്ക് പുറകിൽ ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്, 957-59 വാർത്തകൾക്കുമപ്പുറം. അതിലെ പ്രസക്തമായൊരു ഭാഗം വിമോചന സമരത്തെ തുടർന്ന് കേരളം തെരഞ്ഞെടുത്ത ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്,
മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. ഒല്ലൂർ സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അൽജോ ചാണ്ടി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഷൈജു കുര്യൻ, സന്ദീപ് സഹദേവൻ, ബിനോയ് പടിക്കല, നോബിൻ തച്ചേലിക്കര, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, സുമേഷ് മുല്ലക്കര, ജിഫിൻ ജോയ്, ശ്രീനാഥ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. CPM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മരോട്ടിച്ചാലിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മരോട്ടിച്ചാൽ VFPCK ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മിഥുൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NN ദിവാകരൻ, KV സജു, PG ഷാജി, PS ബാബു, MN രാജേഷ്, EN അനിൽകുമാർ, ബഥേൽ മണിയിരിക്കൽ എന്നിവർ സംസാരിച്ചു. 5 റൗണ്ടുകളിലായി സംഘടിപ്പിച്ച മത്സരത്തിൽ ബേസിൽ ബിജു 1ാം സ്ഥാനവും സാഗർ ഷാജു 2ാം സ്ഥാനവും തങ്കച്ചൻ തോണിപ്പാറ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആദ്യ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും പങ്കെടുത്തവർക്കെല്ലാം ട്രോഫികളും വിതരണം ചെയ്തു. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിസംബർ 21, 22 തീയതികളിൽ പ്രതിനിധി സമ്മേളനം മരോട്ടിച്ചാലിലും 23-ന് പൊതുസമ്മേളനം വെട്ടുക്കാടും നടക്കും. വിവിധ നേതാക്കൾ പങ്കെടുക്കും. പാർട്ടിയെന്നും പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രത്യേകം ചില പ്രത്യേക പരിപാടികൾ കലാകായിക രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഗെയിംസുമായി ബന്ധപ്പെട്ടൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ആ രംഗത്തുള്ളവരെയെല്ലാം പരിഗണിക്കുക, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രസ്ഥാനത്തിനോടൊപ്പം ചേർക്കുക, അതോടൊപ്പം അവർക്കൊരു പരിഗണന നൽകുക, അവരെ അംഗീകരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ CPIM സംഘടിപ്പിക്കുന്നത്. ഇന്ന് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികരും ആമുഖ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രദേശം ഞങ്ങൾ ആദ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയുള്ള ഒരു പരിപാടി, അനുബന്ധ പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമല്ലേ ഇവിടെ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ മരോട്ടിച്ചാൽ. പെട്ടെന്ന് തീരുമാനമായി, പെട്ടെന്ന് അതിൻ്റെ നടപടികളിലേക്ക് കടന്നു, പെട്ടെന്ന് ഇപ്പോൾ ഒരു പരിപാടി വിജയകരമായി നടത്തുകയാണ്. ഇവിടെ ഇന്ന് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ CPMൻ്റെ സമന്നതനായ നേതാവായിരുന്ന സഖാവ് KN ഗോപാലേട്ടൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിനോടുള്ള ആദരവും സ്മരണയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സമ്മേളനം മുന്നോട്ട് പോകണം എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. സംഘം പ്രസിഡന്റ് SAA ആസാദ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഡേവിഡ് സ്റ്റീഫൻ, സംഘം ഡയറക്ടർമാരായ PP യേശുദാസ്, TJ കുരുവിള, TK ജോസഫ്, KK അബൂബക്കർ എന്നിവർ സംസാരിച്ചു. പിന്നീട് മൂന്നാമത്തെ ടൈമാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഒക്ടോബറിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടന്ന് ഒക്ടോബറിൽ വീണ്ടും പുതിയ ഭരണസമിതി രൂപീകരണമായി. ഈ ഭരണസമിതിയെ സംബന്ധിച്ച് ഭരണസമിതിയിലെ കഴിവുള്ള ഡയറക്ടർമാർ ആരും തന്നെ മോശക്കാരല്ല. എല്ലാം വിവിധ വ്യത്യസ്ത മേഖലകളിൽ അവരുടേതായ കഴിവുകൾ കാണിച്ച് സമൂഹത്തിനും സർക്കാരിനും ഒക്കെ തന്നെ മാതൃകയായ സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥരായി. 23ാമത് പരമതത്വ സമീക്ഷാ സത്രം 20 മുതൽ 29 വരെ പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ നടക്കും. 20-ന് രാവിലെ വെള്ളിത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവത് വിഗ്രഹം, ധ്വജം, ഭാഗവത ഗ്രന്ഥം എന്നിവ സന്യാസിനിമാരുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടെ സത്രവേദിയിലെത്തും. ദിവസേന രാവിലെ 4 മുതൽ 8:30 വരെ ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമജപം, വേദപാരായണം എന്നിവ നടക്കും. 29-ന് വൈകിട്ട് സമാപനം. ക്രമങ്ങളെയും ആചരണ പദ്ധതികളെയും കുറിച്ച് നിരന്തരം സമാജത്തെ ഉദ്ബോധിപ്പിക്കുക എന്നത് ഭാരതീയ ആചാര്യ പരമ്പരയുടെ ഒരു വലിയ ദൗത്യമാണ്, ധർമ്മമാണ്. അത്തരത്തിൽ കാലങ്ങളായി നമ്മുടെ ഭാരതവർഷത്തിൽ
ചിരപുരാതനമായ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തത്വമൂല്യ നിരൂപണവും സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഉത്കൃഷ്ടമായ ആശയങ്ങളും നിരന്തരം പ്രതിപാദിച്ചു വരുന്നുണ്ട്. ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാൻ്റെ നേതൃത്വത്തിൽ ബഹുമുഖ പ്രവർത്തനങ്ങളാണ് ഈ കാര്യത്തിൽ സംപൂജ്യ സ്വാമിജിമാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പുരുഷോത്തമ സ്വാമിജിയുടെയും ഭൂമാനന്ദ തീർത്ഥ സ്വാമിജിയുടെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ഈ വ്യാസതപോവനവും നാരായണാശ്രമവും കേന്ദ്രമാക്കിക്കൊണ്ട് അധ്യാത്മധർമ്മ പ്രചരണം മാത്രമല്ല സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും കാലോചിതമായി നിർവഹിച്ചു പോരുന്നുണ്ട്. ഒരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് 23ാമത് തൃശൂർ സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പും സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ലീജിയന്റെയും സംയുക്തമായി പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൗട്ട് ഗൈഡ് ഭവനിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 60ഓളം പേർ രക്തം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റോവർ കമ്മീഷണർ ജോസി ബി ചാക്കോ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ എം അലി മുഖ്യപ്രഭാഷണം നടത്തി. OF ജോയ് മുഖ്യാതിഥിയായി. AM ജെയ്സൺ, സീനിയർ ചേംബർ സെക്രട്ടറി രാജഗോപാൽ, CI തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ് നന്ദി അറിയിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ഡിവിഷൻ കൌൺസിലർ റെജി ജോയ് ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ സിസ്റ്റർ എൻ ലയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. OSA പ്രസിഡന്റ് ഫിലോമിന PA, ഹമറൈൻ തോമസ്, സെബി ഇരുമ്പൻ, ഓമന ജെ മൂക്കൻ, അനിത തോമസ്, ത്രേസ്യ ജോസ് എന്നിവർ സംസാരിച്ചു. ഓർമ്മകളിൽ ഒരു ഇടം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ സേഫ് ക്ലാസ്സിൽ ഒരു ഇടമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളെക്കൂടെ കാണിക്കുന്നത്. ഹാർട്ടാണ്. അപ്പൊ എപ്പോഴും എന്തിൻ്റെ ഒരു സേക്രഡ് ഹാർട്ട് എന്താണ് അങ്ങനെ ഒരു ഹാർട്ട്? ഈ സേഫ് ക്ലാസ്സിൽ എപ്പോഴും സ്നേഹത്തിന്റെ ഇങ്ങനെ വരണം, ചേരണം എന്നൊക്കെ. താഴെ ഒരു പ്രായമുള്ള ഒരു സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരിശീലനം പൂർത്തിയാക്കിയ 141 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. CPM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മരോട്ടിച്ചാലിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. CPIM മണ്ണുത്തി ഏരിയ സമ്മേളനത്തിന് സമാപനം.
ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.